നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ECUവിന്റെ ക്യാമ്പസിലാണ്. ഇതാണ് എനർജി പോഡ്സ്, ന്യൂ ലാർക്ക് ബിൽഡിംഗ്. ഫസ്റ്റ് അസൈൻമെന്റ്. ഇതാണ് കമ്മ്യൂണിറ്റി സിനിമാസ്. അവർ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പെർത്തിലാണ് നമ്മളുള്ളത്. പെർത്ത് എന്ന് പറയുമ്പോൾ ടൂ റോക്സ് മുതൽ സിംഗിൾടൺ വരെ 130 കിലോമീറ്ററാണ് പെർത്തിന്റെ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മള് ECUവിൽ എത്തിയേക്കുവാണ്. നമ്മൾ പെർത്തിന്റെ നോർത്തില് ചൂണ്ടലിപ്പിലെ എഡിത്ത് കോവൻ യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് ECU കാഴ്ചയും ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ട കരിക്കുലം, അത് പഠിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്ര പാടാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും. ആ കാണുന്നതാണ് ഗൈസ് ECUവിന്റെ ലൈബ്രറി. നേരെ കാണുന്നത്. ഏതൊരു സ്റ്റുഡന്റ് ആദ്യമായിട്ട് വരുമ്പോഴും നേരെ ലൈബ്രറി കയറി ചെല്ലുക, അവിടെ സഹായിക്കാൻ ആൾക്കാർ. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മള് കാശ് കൊടുക്കണ്ട. ഇവിടെ സ്റ്റുഡൻസിന്റെ പാർക്കിംഗ് ഓൺലൈൻ ആയിട്ട് എന്തോ 6 മാസമോ വർഷം എന്തോ എടുക്കാം. അല്ലാതെ പാർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ വിസിറ്റേഴ്സിൽ പാർക്ക് ചെയ്യണം. 7 to 5 ആണെങ്കിൽ വിസിറ്റേഴ്സിൽ പാർക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യണം. അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ടെല്ലർ മെഷീൻ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ എന്തോ 5:30 എത്തി, 5:45 അതുകൊണ്ട് നമ്മൾക്ക് പാർക്ക് ചെയ്യാൻ കാശ് കൊടുക്കണ്ട. ECU എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അസൈൻമെന്റ് വെക്കാൻ വന്നതാണ്. സാറിന് കൊണ്ട് അസൈൻമെന്റ് വെച്ചിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് ECUയുടെ ലൈബ്രറി. അപ്പൊ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ലൈബ്രറിയിൽ പോയി ആദ്യത്തെ ദിവസം വരുവാണെങ്കിൽ ID മേടിക്കണം. ID ഒന്നും ആവശ്യമില്ല. ഓസ്ട്രേലിയയിൽ മെയിൻലി ഉള്ളത് 4 യൂണിവേഴ്സിറ്റി ആണ്. ECU, എഡിത്ത് കോവൻ, കാർട്ടിൻ, UWA, പിന്നെ മാർഡോഫ്. ഈ യൂണിയിലോട്ടൊക്കെയാണ് മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇത് 91 ഉണ്ടാക്കിയതാണ്. എഡിത്ത് കോവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് വുമൺ MLA പാർലമെന്റിലോട്ടുള്ള സ്ത്രീ ശാക്തീകരണവും കാര്യങ്ങളൊക്കെയാണ് എഡിത്ത് കോവനിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ECUവിന്റെ ലൈബ്രറി. ഇറ്റ് ഈസ് സെന്റർ ഓഫ് ECU വേർ പീപ്പിൾ കം ടു സ്റ്റഡി ആൻഡ് സ്റ്റഫ്. ലെറ്റ്സ് ഗോ. ഇതാണ് ECUയുടെ ലൈബ്രറി. നമുക്ക് ഇവിടെ വന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും പഠിക്കാം, ബ്രൗസ് ചെയ്യാം. നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാം. എക്സാമിന്റെ സമയത്തൊക്കെ ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും. വേണമെങ്കിൽ ഉറങ്ങും വരെ ഇവിടെ ചെയ്യാം. ഇവിടെ സ്ലീപ്പിംഗ് പോഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ. ഇതാണ് എനർജി പോഡ്സ്. പരീക്ഷയുടെ സമയത്തൊക്കെ പഠിച്ച് മടുത്ത് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് വെട്ടടിക്കാതെ ഉറങ്ങണമെങ്കിൽ. ഇതാണ് നമ്മുടെ ECUവിന്റെ ക്യാമ്പസ്. നമ്മൾ ജസ്റ്റ് ലൈബ്രറി കയറി അകത്തോട്ട് പോന്നു. ഇതുപോലെ കുറേ ഏരിയയും കുറേ ബിൽഡിങ്സും ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള പല കോഴ്സസ്, അതായത് എഞ്ചിനീയറിങ്ങും നേഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന പല കോഴ്സുകളുമുള്ള ഒരു കോളേജിനെയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആർക്ക് ECUവിൽ വരുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫസ്റ്റ് ആ കയറി വന്നിടത്ത് വന്ന് ചോദിക്കുക. പിന്നെ കാണുന്ന ബിൽഡിംഗ് ആണ്, ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ന്യൂ ലാർക്ക് ബിൽഡിംഗ്. ന്യൂ ലാർക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അബോറിജിനൽസ്. ആ ബിൽഡിംഗ് ഒന്ന് കാണിക്കാവോ? അതായത് ഇവിടെ ഒരു കാൻബറീസ് ബ്ലാക്ക് പൊക്കറ്റു എന്ന് പറഞ്ഞൊരു തത്തയുണ്ട്, കറുത്ത തത്ത. ആ തത്തയുള്ള ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ആ തത്തയുടെ പേരിലുള്ള ബിൽഡിംഗ് ആണ്. അബോറിജിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ഇൻഹിബിറ്റൻസ് ആണ്. അപ്പൊ അവർക്കൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ബിൽഡ് ചെയ്തതാണ്. അതാണ് സ്റ്റുഡന്റ് ഹബ്ബ്. ഇവിടെ ECU പഠിക്കാൻ വരുന്ന ഏത് സ്റ്റുഡൻസിനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ന്യൂ ലാർക്ക് ബിൽഡിംഗ്. ECU എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈവേഴ്സിറ്റി, അതായത് മൾട്ടി കൾച്ചറൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിയാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വന്ന നമ്മുടെ ഇത് 4th ബിൽഡിംഗ് ആണ്. നമ്മുടെ പ്രൊഫസർ ഇരിക്കുന്ന 5th ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് പ്രൊഫസറിന്റെ അടുത്ത് പോയി സബ്മിറ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് പ്രൈഡ് അറ്റ് ECU. ECUയിലുള്ള LGBTQ, അതായത് ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ, ഗേ, ആ LGBTQ+ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് അവരുടെ ഡിസ്കഷൻ ഉണ്ടാവും. അവരുടെ കമ്മ്യൂണിറ്റിയിൽ എന്ത് പരിപാടികൾ മാസങ്ങളിൽ ഓർഗനൈസ് ചെയ്യണം. പ്ലസ് ഐ തിങ്ക് നവംബർ ഈസ്
അല്ലെ പ്രൈഡ് മന്ത് അല്ലേ, അപ്പൊ ഗോട്ട് സം സ്റ്റഫ് ഗോയിങ് ഓൺ ഇൻ ദിസ് മന്ത്. അപ്പൊ ആ ഡിസ്കഷനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സ്ഥലമാണ്. പ്ലസ് സ്റ്റുഡന്റ് ഹബിൽ നിന്ന് കയറി വരുമ്പോൾ we've got cafeterias around where people can come sit and have food. ഞാനിവിടെ പഠിക്കുന്ന മാസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ ഞങ്ങളുടെ ഒരു സാറിന് ഒരു അസൈൻമെന്റ് വെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ. ഇപ്പോൾ എല്ലാ കോളേജിനും കരിക്കുലവും അക്കാഡമിക് കാര്യങ്ങൾക്കും അവരുടെ കോളേജിൻ്റെ ആപ്പ് കാണും. ഓരോ മൊഡ്യൂൾസും വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് ഉണ്ടാവും. കോർഡിനേറ്റേഴ്സ്, അതായത് നമ്മളെ ആ വിഷയം, ഓരോ വിഷയത്തിനെയും യൂണിറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ വന്നേക്കുന്നത് 202 പക്ഷേ ആ വിഷയം പഠിപ്പിക്കുന്ന കോർഡിനേറ്റേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ടാവും. നമ്മൾ ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാറിന്റെ റൂം കണ്ടുപിടിച്ചു. സാറിനോട് പറഞ്ഞ ഡോറിന്റെ അടിയിൽ കൊണ്ടിട്ടേക്കാൻ സാറിനൊന്നും സബ്മിറ്റ് ചെയ്തല്ല. നല്ല സാറാണ്. അപ്പൊ സാറിന് അസൈൻമെന്റ് വെച്ചു. ഇനി ഇവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ട്, അവിടെ ബിയർ കിട്ടും. ബിയർ കുടിക്കാനുണ്ടോന്ന് ഉണ്ടെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും. ആ 5 കാര്യത്തിനും ആപ്പിൽ വെയിറ്റേജ് ഉണ്ടാവും. ഓരോ യൂണിറ്റിനും വളരെ ക്രൂഷ്യലായ ഈ 5 കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം നമുക്ക് ഈശോയിൽ ഒരു സൂപ്പർ സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇത് ഈശോന്റെ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. ആൾക്കാർക്ക് വന്ന് ആ വെള്ളം ചാടുന്ന പോണ്ടും അതിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാം. എനിക്ക് അവിടെ പോയിരിക്കാൻ ഏറ്റവും ഇഷ്ടം. അവിടെ പോയിരിക്കുവാണെങ്കിൽ ആരും ഇല്ലാതിരിക്കാം. ഏറ്റവും ബെസ്റ്റ് വ്യൂ കണ്ടുകൊണ്ട് ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരൊരു സ്ഥലം ചീത്തയാക്കാതെ അതൊരു എക്കോസിസ്റ്റം പോലെ സെറ്റാക്കി വെക്കും. ഇപ്പൊ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ വരുന്ന താറാവുണ്ട്, അത് തന്നെ എയറേറ്റഡ് ആവാൻ വാട്ടർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുറ്റും മരമുണ്ട്, പുൽത്തകിടുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിൽ നോക്കിയാൽ തന്നെ കാണാം ഇഷ്ടം പോലെ താറാവുകളും അരയന്നങ്ങളൊക്കെ ഉണ്ട്. എന്താല്ലേ ഇത് രസാലേ. ഇവരുടെ ഒരു ഡീറ്റെയിലിങ്ങും ആ ഡിസൈനൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റം ഒരു ഡെസേർട്ടിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഈവൻ ഈ പുല്ല് പോലും അതിനെ ഇണങ്ങിയതായതുകൊണ്ട് അവർ കൊണ്ടുവന്ന് നട്ടേക്കുന്നതാണ്. ഇവിടുത്തെ താറാകള്, അങ്ങനെ ഡെവിളീസിന്റെ ഡീറ്റെയിൽസ് വരെ അത്ര മൈന്യൂട്ട് ആയിട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തതാണ്. നമുക്ക് ഈ എക്കോസിസ്റ്റം കണ്ടുകൊണ്ട് വി യൂഷ്വലി ഗെറ്റ് എ ബിയർ ഫ്രം ഹിയർ, പക്ഷെ കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് പോയി ചോദിച്ചു നോക്കാം ബിയർ വല്ലതും കുടിക്കാനെന്ന് ഉണ്ടെങ്കിൽ ആ ബിയറും നുകർന്നുകൊണ്ട് നമുക്ക് ഇത് നോക്കി ഇല്ല കോമളയും കണ്ടോണ്ടിരിക്കാം. ഒറ്റ നോ ഡ്രിങ്ക്സ് ബിയോണ്ട് ദിസ് പോയിന്റ്. അഥവാ ബിയർ കുടിക്കുകയാണെങ്കിലും ഈ ചില്ലിന്റെ അപ്പുറത്തിരുന്ന് കുടിക്കണം. Monday to Thursday 11 AM to 2 PM ഉള്ളൂ. So Bira bar is open during only study week and 11 മണി to 2 മണി, പിന്നെ 11 മണി to 6 മണി. ഇപ്പൊ നമ്മള് 6 മണി കഴിഞ്ഞു തോന്നുന്നു, അതുകൊണ്ട് ഇത് അടച്ചിട്ട് പോയി. പക്ഷെ ഏറ്റവും അടിപൊളിയായിരിക്കും ഒരു ബിയറും കുടിച്ചോണ്ട് എത്ര വെള്ളത്തുള്ളിയാണ് ചാടിപ്പോണെന്ന് വേണ്ടിക്കൊണ്ടിരിക്കാൻ. വീട്ടില് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കുറച്ച് സ്ഥലമുള്ളവർക്ക് പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഏരിയ സെറ്റാക്കി അടിപൊളിയായിരിക്കില്ലേ? പെട്ടെന്ന് പോയ 2 സാധനം കൂടെ കവർ ചെയ്യാം. നമ്മൾ ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ 5 കാര്യങ്ങൾ. ഫസ്റ്റ്, അസൈൻമെൻറ്റ്. സെക്കൻഡ്, യൂണിറ്റ് ടെസ്റ്റും ക്വിസുകളും. തേർഡ്, ലാബ് ആൻഡ് റിപ്പോർട്ട്സ്. ഫോർത്ത്, പ്രൊജക്ട് ആൻഡ് റിപ്പോർട്ട്സ്. 5ാമത്തത് ഫൈനൽ എക്സാം. നമ്മളെല്ലാവരും വീട്ടിൽ നീലം മുക്കാൻ ഉജാല മേടിക്കും. ഉജാല കുരു എടുക്കുന്നത് ഈ മരത്തിൽ നിന്നാണെന്നുള്ളതല്ല വാസ്തവം. ഇത് സാധാ മരം നീല കളർ അടിച്ചു വെച്ചേക്കുന്നതാണ്. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈച്ചുവിൽ പെയിന്റ് ചെയ്ത. വെസ്റ്റേൺ ഓസ്ട്രേലിയ ത്രൂ ഔട്ട് നിങ്ങൾക്ക് വഴിയിലൊക്കെ ഇങ്ങനെ നീല കളറും മരം കാണാൻ പറ്റുന്നതായിരിക്കും. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. അവിടെ കാണുന്നതാണ് കമ്മ്യൂണിറ്റി സിനിമാസ്. അതായത്
ECUവില് നമുക്ക് ഇടയ്ക്ക് സിനിമ കാണിക്കുന്ന ഒരു ഏരിയ ആണ്. ഇഫ് യു ആർ ലക്കി ഇനഫ് യു ഹാവ് ഈവൻ ചാൻസ് ടു വാച്ച് മൂവീസ് അറ്റ് നൈറ്റ്. നല്ല ചൂടുള്ള രാത്രികളിൽ സ്റ്റാറും കണ്ടുകൊണ്ട് കുറെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് വരെ വരും. പ്ലസ് സ്റ്റുഡൻസിന്റെ ഒപ്പം സിനിമ കാണുന്ന കമ്മ്യൂണിറ്റി സിനിമാസ് ആണത്. സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, നമ്മളത് ഫോളോ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് കമ്മ്യൂണിറ്റി സിനിമാസ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരുന്ന സിനിമ കാണും. ഇത്ര രസമായിരിക്കുമല്ലോ എല്ലാവരും കൂടെ വന്നിരുന്ന ഒരുമിച്ച്. ഇത് അടിപൊളി സിനിമ കാണാൻ പറ്റിയ കമ്മ്യൂണിറ്റി സിനിമ ഏരിയ ആണ്. ജസ്റ്റ് കുറച്ചൊരു ഏരിയ ഇത് അടിപൊളിയായിരിക്കുമല്ലോ. നാട്ടിൽ ഇതുപോലെയൊക്കെ ഓരോ കോളേജിലും ഒരു ഏരിയ ജസ്റ്റ് ഒരു തിയേറ്റർ പോലെ വളച്ചെടുത്ത് വെക്കുക. ജസ്റ്റ് ലൈക്ക് ഗ്രൗണ്ട് പോലെ ഇറ്റ്സ് ആൻ ഓപ്പൺ തിയേറ്റർ. ഞാൻ വളരെയധികം ഒരു ഗ്യാപ്പ് എടുത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ഓസ്ട്രേലിയയിൽ. അന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഈ കരിക്കുലം, ഈ അക്കാഡമിക് എത്ര ഹാർഡായിരിക്കും എന്നെ. ECUവിന്റെ കുറെ ഫീച്ചേഴ്സ് കണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് പോലത്തെ ഒരു ഗേറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട് ഞാൻ പേഴ്സണലി കണ്ടത് എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്കാളും അത്ര വാസ്റ്റ് കാര്യങ്ങൾ പഠിക്കേണ്ട, സ്പെസിഫിക് ടു ദ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ ധാരണയുണ്ടായ നമ്മുടെ യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് അവർ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ എക്സാമുകൾ, ഇവിടുത്തെ ആ യൂണിറ്റുകളൊക്കെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്നു എന്നാണ് ഞാൻ കണ്ടൊരു കാഴ്ച. ഇതെന്തെങ്കിലും ട്രഡീഷണൽ പരിപാടികളും കാര്യങ്ങളും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ ആൾക്കാർക്കൊക്കെ കണ്ടുകൊണ്ട് നമ്മള് ECUവിന്റെ വൈഡ് റേഞ്ച് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പഠിച്ചുവല്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. വരുന്ന വീഡിയോയിൽ നമ്മൾ പെർത്തിലെ ഓരോ ലൈഫ് സ്റ്റൈലും പെർത്തിന്റെ ഹിസ്റ്ററിയും ഇവിടത്തെ എന്ത് ജോലികളാണ് ഇവിടെ ഫോക്കസ് ഉള്ളതും പ്ലസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ DM me at my Instagram Angie_George.